അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 193 ഹദീസ്. ഈ ബാബിലെ 10ാമത്തെ ഹദീസ്. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക എന്ന അതായത് നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിരോധിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ചൊല്ല ഒരു വിഷയമായിട്ടിരിക്കണം. എന്തരായിട്ടിരിക്കുന്നത് അതുള്ളതായ നേട്ടങ്ങൾ ഒരുപാട് ഹദീസുകൾ മുന്നത്തെ ക്ലാസ്സിൽ കേട്ട. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട് ചൊല്ല് ഖാല വല്ലദി നഫ്സി ബിയദി. ഒരു അള്ളാഹുടെ തന്ന സത്യം, ആ അള്ളാഹുടെ നിയന്ത്രണത്തിലായിട്ടിരിക്കുന്ന എൻ്റെ ശരീരം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നൽകാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലക്കത്ത് ശക്തി കൊടുത്തിട്ടാ ചൊല്ല്. വല തൻഹൗന്ന അനിൽ മുൻകരി, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് വിരോധിക്ക തന്നെ വേണം. എന്നിട്ട് ചൊല്ല് ഔല യൂഷിക്കന്നല്ലാഹു അൻ യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹുടെ വക്കൽ നിന്ന് അള്ളാഹു ശിക്ഷയുടെ ഇറക്കുക, അള്ളാഹു അടുത്താക്കും, അള്ളാഹു ശിക്ഷ ഇറക്കും. അപ്പൊ ഇതായിട്ട് ഇണ്ട് നമുക്ക് റായത്തിൽ കണ്ടത്. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കുക എന്നത് പല ആൾമാർക്കും പിടിക്കില്ല. പല ആൾമാർ അത് ഉൾക്കൊള്ളില്ല, അല്ലെ പിടിക്കില്ല. അത് ചൊല്ലുക തീറായി എന്ന് വായിൽ തന്നെ ബന്ധാക്കുവാനായിട്ട് നോക്കുന്നത്. നല്ല കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല കാര്യങ്ങൾ ചൊല്ലത് നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഇത് നല്ല കാര്യങ്ങളായിട്ട്. അത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങളല്ലേ. 5 ഇസ്ലാം കാര്യങ്ങൾ 5 ഉണ്ട്. അതേ സമയത്ത് ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ട്. അപ്പോ ഈമാനായിട്ട് ഒരു മനുഷ്യർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആ ഈമാന് ശരിയാവണം. ഈമാൻ എന്നുള്ളത് വിശ്വാസപരമായിട്ടുള്ള ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഒരു അള്ളാഹുടെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം, നബിമാരെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം, ഔലിയാക്കന്മാരെ സംബന്ധമായിട്ടുള്ള സംബന്ധം എങ്ങനെ, കിതാബുകളെ കൊണ്ട് എങ്ങനെ വിശ്വസിക്കണം, ഇത്തരം കാര്യങ്ങൾ, ഇതുപോലത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോ ഈ നിസ്കാരത്തെക്കാളും പ്രധാനേത് വിശ്വാസങ്ങളാണ്. ഈമാനായിട്ട് ഈമാൻ ശരിയായെങ്കിലേ നിസ്കാരത്തിന് വിലയില്ലേ. ഈമാന് ശരിയില്ലെങ്കിൽ നിസ്കാരത്തിന് വിലയില്ല. ഇപ്പൊ ഞങ്ങളെ ഈ റായത്തില ഷിയ ചൊല്ലൊരു വിഭാഗം കുറയ. ഷിയ എന്നൊരു വിഭാഗത്തെ വിരോധിച്ചെങ്കിൽ ഈ റായത്തെ ആൾമാർക്ക് എന്തും മനസ്സിന് എന്തും ബേജാറില്ല. എന്താണെങ്കിൽ ഷിയ എന്നുള്ള ഒരു വിഭാഗം കൂടെ ഇല്ല. അപ്പൊ അങ്ങനെ വിരോധിച്ചെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ഞങ്ങളെ ഈ അരിയത്തിലുള്ള ആൾമാർക്ക് ചൊല്ലാൻ ആരെങ്കിലും പള്ളിയുടെ ഖത്തീബിടെ പിരിച്ചുവിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. അതേ സമയത്ത് ഈ ഷിയ പോലെ തന്നെയായിട്ട് ഇവിടെയുള്ള സലഫി, തബ്ലീഗ്, ഖാദിയാനി പോലത്തെ വിഭാഗങ്ങൾ അത് വിരോധിക്കേണ്ടത് ഈ റായത്തെ ആൾമാർ അതായത് കൈയിട്ട് പാടിയത് എവിടെ മുസ്ലിമീങ്ങൾക്കുള്ള ഈമാന്റെ ആയിട്ടിക്കുക. പക്ഷെ ഞങ്ങളുടെ അങ്ങ് 5 വക്ത് നിസ്കാറുണ്ട്, കറക്റ്റ് നിസ്കരിക്കുക, നോമ്പിടിക്കുക, ഖുർആൻ ഓതുക, അങ്ങനെ സംബന്ധിച്ച് അങ്ങ് വിശ്വാസത്തിലൂടെ മുസ്ലിമീങ്ങളെ വിശ്വാസത്തെ കട്ടെടുത്തത് നിങ്ങൾക്ക് തോന്നില്ല. എവിടെ അള്ളാഹുടെ കുറിച്ച് വിശ്വസിക്കുന്നവിടെ അങ്ങനെ പ്രസംഗങ്ങളൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ. എന്താ അള്ളാഹുടെ കുറിച്ച് ചൊല്ലേ? സഹായമൊക്കെ അള്ളാഹുടെ കേൾക്കണം ചൊല്ലാറ്. അള്ളാഹുടെ വേറെ ആരും പഠിച്ചോണില്ല. അതേസമയത്ത് അള്ളാഹ് അവനൊരു കുറിസിന് മേലെ ധരിച്ചിട്ടുള്ള ആ കുറിസ് ജിന്നെ കൊണ്ട് ഞറഞ്ഞറ ആയോട്ടിക്കത്. അള്ളാഹുക്ക് കയ്യുണ്ട്, 2 കൈയും വലത്തത്. ഇങ്ങനത്തതായ കാര്യങ്ങൾ മുസ്ലിമീങ്ങളെ കൽബ് ഇട്ടുകൊടുക്കുക. അത് ഇട്ടുകൊടുക്കുമ്പോ ഈമാനും പോയില്ലേ. അപ്പൊ സലഫി, തബ്ലീഗ്, ഖാദിയാനി അതൊക്കെ വിരുദ്ധം പലക്കെ പറയണ്ടേ. അതൊക്കെ വിരുദ്ധം പലക്കറിഞ്ഞില്ലെങ്കിലോ എന്താ ചൊല്ലതാ ആ നൽകാര്യം കൊണ്ട് കൽപ്പിക്കുക എന്നതിൽ നിസ്കാര, നോമ്പ്, സക്കാത്തിനെക്കാളും വിശ്വാസപരമായ കാര്യങ്ങൾക്കായിട്ട് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോ അതില്ലാണ്ടാകുമ്പോ അള്ളാഹുടെ ശിക്ഷ വരും. പല റായത്തിലും ഇന്നെന്താണ് സലഫിക്കെതിരെ ചൊല്ലുകില്ല, തബ്ലീഗിനെതിരെ ചൊല്ലുകില്ല, ഖാദിയാനിക്കെതിരെ ചൊല്ലുകില്ല. ഒരു റായത്തെ സലഫിന്നെങ്കിൽ ആ സലഫിക്കെതിരെന്ന് ഉസ്താദ് ചൊല്ലത്തീര, തബ്ലീഗിനെതിരെന്ന് ഉസ്താദ് ചൊല്ലത്തീര. അപ്പൊ അങ്ങനെയല്ല, അത് ഈമാന്റെ കുറത്തെ ഏറ്റിക്കരുത്. അതങ്ങ് മനസ്സിലാക്കില്ല. അതാ അവിടെ എന്താ ചൊല്ല അള്ളാഹു താല
അള്ളാഹു നിങ്ങൾക്ക് അവന്റെ പക്കൽ നിന്ന് ശിക്ഷ ഇറക്കും, അള്ളാഹുടെ ശിക്ഷ വരും. സുമ്മ തദഊനഹു അല്ലെ, ചില ആൾമാർ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ സുന്നി സലഫി തബില് അങ്ങക്ക് എന്തൊക്കെ ചൊല്ലേ അങ്ങ് നിസ്കരിക്കില്ലേ, നോമ്പിരിക്കില്ലേ? നിസ്കാര നോമ്പല്ല, നിസ്കാര നോമ്പ് ഈമാനിൽ, പിന്നെ ഈമാൻ എന്നിട്ടേ നിസ്കാരം, ഈമാനെ ഇല്ലെങ്കിൽ നിസ്കാരം നോമ്പ് എന്നിട്ട് എന്ത് കാര്യമില്ലേ? അതാ സുമ്മ തദഊനഹു, പിന്നെ അള്ളാഹുടൊട്ടി ഇങ്ങനെ ദ്വാരക്കിടറ്, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. എന്തേ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല? അപ്പൊ അള്ളാഹുടൊട്ടി ദ്വാര നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. എന്തേ? നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കുക എന്നതിൽ അത് കള്ളുകുടി, വ്യഭിചാര, നിസ്കാര, നോമ്പ് അല്ലെ, നല്ല കാര്യങ്ങളിൽ നിസ്കാര, നോമ്പ്, തെറ്റായ കാര്യങ്ങൾ കള്ളുകുടി, വ്യഭിചാരം, അത് മാത്രമാ അല്ല, അതിനേക്കാളും മുന്നലായിട്ട് ഏതാ വേണ്ടത്? ഈമാനാണ്. അപ്പൊ ഈമാന്റെ വിഷയത്തിൽ വളരെയധികം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൽബിൽ നിന്ന് ഈമാൻ ഊരിപ്പോണ്ടെന്ന് ചൊല്ലത് നിസ്കരിക്കാത്തവനെ സംബന്ധിച്ച് ഒരിക്കലും കാഫിറും ചൊല്ലില്ല. അതേ സമയത്ത് നിസ്കാര ഉജൂബില്ലാണ്ടൊക്കെ ചൊന്നെങ്കിലോ അവൻ കാഫിറാണ് അല്ലെ. സക്കാത്ത് കൊടുക്കാത്തവനെ സംബന്ധിച്ച് ഒരിക്കലും കാഫിറും ചൊല്ലില്ല. സക്കാത്ത് ഉജൂബില്ലാണ്ടൊക്കെ വിശ്വസിച്ചെങ്കിലോ. അപ്പോ അതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാര ഉജൂബ് എന്ന നിസ്കാരം നിർബന്ധമാണ്. ഒരു നാൾക്ക് 5 വക്കത്ത് നിസ്കാരമുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യ അവൻ നിസ്കരിച്ചില്ലെങ്കിൽ ഓന്റെ സംബന്ധിച്ച് ഞങ്ങൾ കാഫിറും ചൊല്ലില്ല. അതേ സമയത്ത് ഒരു നാൾക്ക് 5 വക്ത് നിസ്കാരം മാത്രം ഉള്ളേ, 5 വക്ത് നിസ്കാരം അല്ല, ഒരു നാൾക്ക് 3 വക്ത് നിസ്കാരം മാത്രം ഉള്ളേ അടുത്ത ചൊല്ലുന്നുണ്ടെങ്കിലോ ഓന്റെ സംബന്ധിച്ച് ഓൻ 5 വക്ത് നിസ്കരിച്ചെങ്കിലും ഓന്റെ വിശ്വാസം 3 വക്ത് നിസ്കാരം ഇല്ലെങ്കിൽ ഓൻ പച്ച കാഫിറ. അപ്പൊ എവിടെയായിട്ടില്ല ഞങ്ങൾ തീരുമാനാക്കിയത്? വിശ്വാസത്തെ മേലായിട്ടില്ല. അപ്പൊ ഇവിടെ മുസ്ലിമീങ്ങൾ എല്ലാവരും അല്ല, ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെയും വേർതിരിടരുത് അങ്ങനെ വിശ്വാസത്തെ മേലായിട്ടില്ല. പല വിഭാഗങ്ങളായി പോണ്ടത് വിശ്വാസത്തെ വിഷയത്തിലായിട്ടില്ല. അതുകൊണ്ട് ഈമാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടില്ല. ഇങ്ങനെ നമുക്കൊരു ഞാനിപ്പോൾ ഓരോ ഫർള് നിസ്കരിക്കാത്ത നിയത്താക്കിയിട്ട് നിസ്കരിക്കാം, റുക്കു, സുജൂദ് എല്ലാ ക്രമം. പക്ഷെ അതിൽ ഈ ഫസ്റ്റ് അവൻ നീയത്താക്കുമ്പോൾ ഒരു ഫർള് നിസ്കാരം നിസ്കരിക്കണം എന്ന നീയത്ത് അവനക്ക് ആക്കിയില്ലെങ്കിലോ അതില്ലാണ്ടൊക്കെ അള്ളാഹു അക്ബർ കൈകെട്ടി എത്ര നിസ്കരിച്ചു നിസ്കാരമുണ്ടത് ആവില്ല. എന്തുകൊണ്ട്? നീയത്തില്ലാത്തത് കൊണ്ട്. അതായത് വിശ്വാസ, അതാ കൽബായിട്ടിക്കട് ആ ഹൃദയം എന്നുള്ളതിനെ അത് ഈമാനിലായിട്ട് വേണം. ആ ഈമാൻ ഊരിപ്പോകുമ്പോയിട്ടിക്കട് പേടിക്കേണ്ടത്. അപ്പൊ ഞാൻ ചൊന്നു വന്നിട്ടുള്ളത്, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എന്താക്കും? തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വിരോധിക്കുന്ന ആൾമാരില്ലെങ്കിൽ, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന ആൾമാരില്ലാൻ കണ്ടെങ്കിൽ, അത് കൽപ്പിക്കില്ലാൻ കണ്ടെങ്കിൽ അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് ശിക്ഷ വരും. അപ്പൊ പിന്നെ ദ്വാത്തക്ക് ഉത്തര കിട്ടല. അപ്പൊ ഇന്റെ അതായിട്ട് പലതും നമുക്ക് കണ്ടോണ്ടല്ലേ അങ്ങനെ നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്ക എന്നത്. ഏത് നൽകാര്യങ്ങളെ കൊണ്ട്? അതാണ് ആ നൽകാര്യം ചൊല്ലുമ്പോൾ കാല് നിസ്കാരമൊന്നും മാത്രല്ല, ഇത്തരം വിഭാഗക്കാർ പറഞ്ഞു മുസ്ലിമീങ്ങളെ വിശ്വാസത്തെ കവർന്നെടുക്കുമ്പോൾ അതായിട്ട് ഇവിടെ ആദ്യമായി ഞങ്ങൾ എതിർക്കേണ്ടത്. അത്ര ആൾക്കാരെതിരെ ഞങ്ങൾ പ്രസംഗിക്കല, എന്നങ്ങനെ ബാധ്യതയായിട്ട് അത് ചൊല്ലേണ്ടതുണ്ട്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. ഹദീസ് നമ്പർ 194. അൽ ഹാദി അശറ നബി സയ്യിദിൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, അഫ്ളലുൽ ജിഹാദി, യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ, അക്രമിയായ രാജാവുടെ എതിരിൽ നീതിയായ പലക്ക എന്നുള്ളത്. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോ അക്രമിയായ ഒരു രാജാവ് അവന്റെ ഇതിൽ നീ ചെയ്തത് തെറ്റ്, ഇതായിട്ട് ശരി എന്ന് ഓർത്ത് ചൊല്ലത് ധൈര്യം കാട്ടുമെങ്കിൽ അത് ഏറ്റവും വലിയ ജിഹാദ് എന്നായിട്ടിരിക്കുക. അപ്പൊ ആ ധൈര്യം ഉണ്ടല്ലേ, ആ പലക്ക എന്നുള്ളത്, ആ അക്രമിയായ രാജാവുടെ എതിരിൽ പറക്കണമെങ്കിൽ ധൈര്യം വേണം. അപ്പൊ രാജാവ് തെറ്റ് ചെയ്യും, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് ചൊല്ലുകൊള്ള ധൈര്യം, അതായിട്ട് അഫ്ളലുൽ ജിഹാദ് എന്നുള്ളത്. 195 الثاني عشر ഈ ബാബിലെ 12ാമത്തെ ഹദീസ്. നബി അബ്ദുല്ലാഹി താരിഖ് ഇബ്നു ശിഹാബിൽ ബജ്ലി അൽ-അഹ്മസി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്ന് കേട്ടു. വഖദ് വളഅ റിജ്ലഹു, അയാളെ കാലിൽ അയാൾ വെച്ചിട്ട്, ഫിൽ ഗർസ്, ഗർസിൽ അയാൾ വെച്ചിട്ട്, അതായത് ഈ വട്ടക കട്ടിലേക്ക് 10 കുബേനായിട്ട് വട്ടയുടെ മേലെ 10 തേക്ക് ഒരു കട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ 10 കുബേനായിട്ട് ഈ കാൽ വെക്കണമെന്നുണ്ട്. അത് ഈ അതൊക്കെയായിട്ട് ഈ കാലനി അതിൽ അയാൾ വെച്ച്,
അയാൾ കേൾക്കണേ അക്ക് കാല് വെച്ച് എന്താ ഇപ്പൊ എന്താ ഇത് ഭർത്തായിടായിരുന്നു അയ്യോ, അതായത് ഞങ്ങൾ ഇപ്പൊ കാറിന്റെ ഡോർ എടുത്തിട്ട് കാലുകൾക്ക് വെക്ക ഭർത്തായിട എന്ന അർത്ഥത്തിൽ. അപ്പൊ ആ ഒരു നിലയില്ല. അയ്യുൽ ജിഹാദി അഫ്ദലു, അയാൾ കേൾക്കട്ടെ യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം ഏത് നബിയെ കാല. അപ്പൊ നബി തങ്ങൾ ചൊല്ലു കലിമത്തു ഹഖിൻ ഇന്ദ സുൽത്താനിൻ ജായിൻ, അക്രമിയായ രാജാവുടെ എതിരിൽ ഹക്ക് ചൊന്നുകൊടുക്കുക, ഇതാ ശരിയായ ദീൻ, ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെ എന്ന് ചൊല്ലേണ്ട ആ ഒരു കലിമത്തുണ്ടല്ലേ, അതായിട്ട് അഫ്ദലുൽ ജിഹാദ്. റവാഹു നസായി ബിസ്നാദിൻ സ്വഹീഹ്. അൽ ഗർസ് ബിഗൈരി മുഅജമത്തിൻ മഫ്തുഹത്തിൻ സുമ്മ റാഇൻ സാകിൻ സുമ്മ സായിൻ അല്ലേ, ഗർസ് എന്നായിട്ട് വഹുവ റികാബു കൗരിൽ ജമൽ, അത് ഒട്ടകത്തെ ഈ ഒട്ടകത്തിന്റെ മേലെ ദഹിക്കുള്ള ആ ഒരു വസ്തു ഉണ്ട്, ಅದಕ್ಕೆ ಅದ್ರ ರಿಕಾಬ್ ಅದರ ಕಾಲನಿಂದ ಅದರ ಪೆಡ್ಲ್ ಅದಕ್ಕೆ ಕಾಲು ಚೌಟಿಟ್ಟು ಐಟಿಕಡೆ ದೆಕ್ಕಡೆ ഇതാക്കാന മിൻ ജിൽദിൻ ഔ ഖശ്ബ്, അത് മരത്തിലോ തോലിൽ നിന്ന് ഉണ്ടാക്കിയെങ്കിൽ ಅದಕ್ಕೆ ಅಂದ್ರೆ ചൊല്ല് പിന്നെ ഗർസ് എന്ന് ചൊല്ല്. വക്കീൽ ഒരു അഭിപ്രായം ലാ യഖ്തസു ബി ജിൽദിൻ വ ഖശ്ബിൻ, തോലിലോ അല്ലെങ്കിൽ മരത്തിലുണ്ടാക്കിയ മാത്രം ആ പെഡ്ലക്ക് എന്താ ചൊല്ലല്ല ഗർസും ചൊല്ലല്ല, എല്ലാത്തും ഗർസും ചൊല്ല്. വേറെ ഏതെങ്കിലും വസ്തുവിൽ നിന്നാക്കിയെങ്കിൽ ಅದಕ್ಕೆ ഗർസിന്റെ ചൊല്ല്. കാതോർത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാതോർക്കാം. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.